എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 ഒന്നാം ക്വാളിഫയർ അക്ഷരാർത്ഥത്തിൽ ഒരു നോക്കൌട്ട് യുദ്ധം തന്നെയായിരുന്നു. ഏത് വമ്പൻ ടീമിനെയും ഭയപ്പെടുത്തുന്ന ഒരു എവറസ്റ്റ് കൊടുമുടിക്ക് സമാനമായ റൺ മലയാണ് ഈ മത്സരത്തിൽ ഉയർന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു ടീം മൈതാനത്ത് തീമഴ പെയ്യിച്ചപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളർമാരുടെ സർവ്വതന്ത്രങ്ങളും തവിടുപൊടിയായി. മൈതാനത്തിറങ്ങിയ നിമിഷം മുതൽ RCB ബാറ്റർമാർ ബൗണ്ടറികളുടെ ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു. ഓപ്പണർ വിരാട് കോഹ്ലി തന്റെ ക്ലാസിക് ശൈലി പുറത്തെടുത്ത് ടീമിന് മികച്ച തുടക്കം നൽകി. എന്നാൽ യഥാർത്ഥ നാശം വിതച്ച കൊടുങ്കാറ്റ് ബംഗളൂരു നായകൻ രജത് പാട്ടിദാറിന്റെ ബാറ്റിൽ നിന്നായിരുന്നു. ഒരു നിർദ്ദയനായ ഹിറ്റ്മാന്റെ അവതാരമെടുത്ത് മൈതാനത്തെത്തിയ പാട്ടിദാർ മുഹമ്മദ് സിറാജ്, കാഗിസോ റബാഡ തുടങ്ങിയ ഗുജറാത്തിന്റെ ലോകോത്തര ബൌളർമാരെ പോലും വെറുതെ വിട്ടില്ല. എതിർ ടീം നായകൻ ശുഭ്മാൻ ഗില്ലിനെ പൂർണ്ണമായും നിസ്സഹായനാക്കുന്ന പ്രകടനമായിരുന്നു അത്. മധ്യനിരയിൽ കൃണാൽ പാണ്ഡ്യയും അവസാന ഓവറുകളിൽ ജിതേഷ് ശർമ്മയും ആഞ്ഞടിച്ചതോടെ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺസ് എന്ന റെക്കോർഡ് സ്കോറിലേക്ക് ബംഗളൂരു കുതിച്ചെത്തി. 255 റൺസ് എന്ന അസാധ്യമെന്ന് തോന്നുന്ന വമ്പൻ ലക്ഷ്യം പിന്തുടരാനിറങ്ങിയ ഗുജറാത്തിന് തുടക്കം മുതൽ തന്നെ പിഴച്ചു. RCBയുടെ അച്ചടക്കമുള്ളതും മൂർച്ചയേറിയതുമായ ബൌളിംഗിന് മുന്നിൽ ഗുജറാത്തിന്റെ മുൻനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. അങ്ങനെ വെറും 6.2 ഓവറിൽ 52 റൺസിന് 5 വിക്കറ്റ് എന്ന ദയനീയ നിലയിലേക്ക് ഗുജറാത്ത് കൂപ്പുകുത്തി. 12 റൺസുമായി വാഷിംഗ്ടൺ സുന്ദറും റൺസ് ഒന്നുമെടുക്കാതെ രാഹുൽ തേവാട്ടിയെയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഓവറിൽ 10-ലധികം റൺസ് വേണമെന്ന ഭാരം അവരെ മാനസികമായി തളർത്തിയിരുന്നു. മത്സരം പൂർണ്ണമായും ഏകപക്ഷീയമായി മാറി. അങ്ങനെ പരാജയത്തിന്റെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിലായിരുന്നു യുവനായകൻ ശുഭ്മാൻ ഗിൽ. മത്സരം അവസാനിച്ചായം മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിലെത്തിയപ്പോൾ ആ മനസ്സിലെ വേദനയും നിസ്സഹായതയും അമർഷവും ലോകം മുഴുവൻ കണ്ടു. വിരാട് കോഹ്ലിയുടെ ആധിപത്യത്തെക്കുറിച്ചും രജത് പാട്ടിദാറിന്റെ സംഹാര താണ്ഡവത്തെക്കുറിച്ചും സംസാരിച്ച ഗില്ലിന്റെ വാക്കുകളിൽ പരാജയത്തിന്റെ കയ്പുനീരുണ്ടായിരുന്നു. ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ ഈ ധർമ്മശാലയിലെ ഈ മനോഹരമായ മൈതാനത്ത് ഞങ്ങളുടെ ശക്തമായ ടീമിന് ഇത്രയും നാണം കെട്ട ഒരു ഗതി വരുമെന്ന് എന്റെ സ്വന്തം കണ്ണുകളെപ്പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് അല്ലെങ്കിലും പഞ്ചാബിനായി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച പരിചയം വെച്ച് ഇവിടുത്തെ പിച്ചിന്റെ സ്വഭാവവും വൈകുന്നേരങ്ങളിലെ കാറ്റിന്റെ ഗതിയും എനിക്ക് മനഃപ്പാഠമാണ്. ഈ ഹൈ പ്രഷർ മത്സരത്തിനായി ടീമിനെ മാനസികമായും ശാരീരികമായും ഞാൻ തയ്യാറെടുപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് മൈതാനത്ത് സംഭവിച്ചത് ഞങ്ങളുടെ സകല കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറപ്പിച്ചു. RCB ബാറ്റർമാർ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു ഹിമാലയൻ സ്കോറാണ് പടുത്തുയർത്തിയത്. പ്രത്യേകിച്ച് അവരുടെ ക്യാപ്റ്റൻ രജത് പാട്ടിദാർ ഡെത്ത് ഓവറുകളിൽ കാഴ്ചവെച്ച ആ സംഹാര താണ്ഡവം. 33 പന്തിൽ 9 കൂറ്റൻ സിക്സുകളോടെ അദ്ദേഹം നേടിയ 93 റൺസ് ഞങ്ങളെ മത്സരത്തിൽ നിന്നും കാതങ്ങൾ പിന്നിലാക്കി. സിറാജിനെയും റബാഡയെയും പോലുള്ള ലോകോത്തര ബൌളർമാരെ പാട്ടിദാർ നിർദ്ദയം വേട്ടയാടിയപ്പോൾ ഞങ്ങൾക്ക് മറുപടിയില്ലായിരുന്നു. വിരാട് ഭായ് തുടക്കത്തിൽ തന്നെ നൽകിയ ആ ക്ലാസിക് മൊമെന്റം RCBയെ മറ്റൊരു തലത്തിൽ ഉയർത്തി. സ്വന്തം ബാറ്റർമാരുടെ മോശം പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നടിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയപ്പോൾ ആ കൂറ്റൻ സ്കോറിന്റെ മാനസിക സമ്മർദ്ദം ഞങ്ങളുടെ കളിക്കാരുടെ മുഖത്ത് വ്യക്തമായിരുന്നു. പവർ പ്ലേക്ക് തൊട്ടു പിന്നാലെ ഉത്തരവാദിത്വമില്ലാത്ത ഷോട്ടുകൾ കളിച്ച് ഞങ്ങളുടെ പ്രധാന ബാറ്റർമാർ 5 വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞതാണ് ഈ പരാജയത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി. ഇത്രയും വലിയൊരു മത്സരത്തിൽ വേണ്ട ആ പഴയ പോരാട്ട വീര്യമോ ശരിയായ ഷോട്ട് സെലക്ഷനോ ഇന്നെന്റെ ടീമിൽ കണ്ടില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ തകർച്ച എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതെന്റെ ഹൃദയത്തിലാണ് കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ഇത്രയും നാൾ ഞങ്ങൾ ഒഴുക്കിയ വിയർപ്പിന് വിലയുണ്ട്. ഇനി ഞങ്ങൾക്ക് മുന്നിൽ എലിമിനേറ്ററിലെ വിജയികൾക്കെതിരായുള്ള മത്സരമുണ്ട്. അടച്ചിട്ട മുറികളിൽ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി ഒരു പുതിയ അവതാരത്തിൽ അതിശക്തമായി ഞങ്ങൾ തിരിച്ചുവരും. ഇത്തവണത്തെ IPL ട്രോഫി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ജേഴ്സിയിൽ ഞാൻ തന്നെ ഉയർത്തും. ഇന്നത്തെ ദിവസം RCB എല്ലാ അർത്ഥത്തിലും ഞങ്ങളെക്കാൾ മികച്ച ക്രിക്കറ്റ് കളിച്ചു. അവർ ഈ വിജയത്തിന് പൂർണ്ണമായും അർഹരാണ്. എന്തായാലും ശുഭ്മാൻ ഗില്ലിന്റെ ഈ വൈകാരികമായ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പരാജയത്തിൽ തകർന്നടിഞ്ഞെങ്കിലും ഗില്ലിനുള്ളിലെ തിരിച്ചുവരവിന്റെ അഗ്നി കെട്ടടങ്ങാത്തതെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഇനി ചോദ്യം നിങ്ങളോടാണ്. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഈ ചരിത്ര വിജയത്തിൽ ആരാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്? കിങ് വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് തുടക്കമാണോ, അതോ ക്യാപ്റ്റൻ രജിത് പാട്ടിദാറിന്റെ ആ 9 കൂറ്റൻ സിക്സുകളാണോ? നിങ്ങളുടെ വിലയേറിയതും നിഷ്പക്ഷവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ തകർപ്പൻ ഫോമിന്റെ പിൻബലത്തിൽ RCB ഇത്തവണ തങ്ങളുടെ IPL കിരീടം സ്വന്തമാക്കുമോ? അതും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.